വർണ്ണമായി ഭാഗം 3. ഏട്ടൻ പറഞ്ഞതോ പ്രവർത്തിച്ചതോ ശരിയല്ല. കാശിയോട് പറയാൻ ചെറിയ ഭയമുണ്ടെങ്കിലും ചോദിക്കാതിരിക്കാൻ കാത്തുവിന് കഴിഞ്ഞില്ല. മറ്റു രണ്ട് ഏട്ടന്മാരെ പോലെയല്ല കാശി. ഏട്ടന് ദേഷ്യം വന്നാൽ മുൻപും പിൻപും ചിന്തിക്കില്ലെന്ന് അവൾക്കറിയാം. എന്ത്? തീർത്തും ഗൗരവത്തിലായിരുന്നു അവൻ്റെ ശബ്ദം. ഇതേസമയം മറ്റുള്ളവരും അവരുടെ അടുത്തേക്ക് വന്നു. വേണ്ട കാത്തു, ഇനി അതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട. വെറുതെ വിഷയം വഷളാക്കേണ്ടെന്ന് കരുതി നിതീഷ് മുന്നോട്ട് വന്ന് കാത്തുവിനെ തോളോട് ചേർത്തുകൊണ്ട് പറഞ്ഞു. സംസാരിക്കാതെ? നിതീഷേട്ടനും കണ്ടതല്ലേ ശാലു ഇവിടുന്ന് കരഞ്ഞുകൊണ്ട് പോയത്. അറിയാതെ പറ്റിപ്പോയതല്ലേ അവൾക്ക്. ഏട്ടൻ്റെ ദേഹത്ത് മാത്രമല്ലല്ലോ, അവളുടെ ദേഹത്തും അഴുക്കായില്ലേ? പറയുമ്പോൾ ദേഷ്യത്തോടെ അവൾ കാശിയെ നോക്കുകയും ചെയ്തു. അതിനെന്തേ? ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റാ ഉള്ളത്? ഇതൊന്നും വേണ്ടെങ്കിൽ അവളെന്തിനാ പിന്നെ ഇവിടേക്ക് വന്നത്? നിന്റെ മറ്റു കൂട്ടുകാരികളും പോയതുപോലെ അവൾക്കും അങ്ങ് പോയാൽ പോരെ? ഇവിടെ വന്നതും പോരാ, എല്ലാം നശിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അവളുടെ കരച്ചിലും. നീ ഇനി ഈ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നാൽ എന്നെ അറിയാലോ. അത്രയും പറഞ്ഞുകൊണ്ട് കാത്തുവിനെ തറപ്പിച്ചു നോക്കി കാശി അവിടെ നിന്നും വീട്ടിലേക്ക് നടന്നു. പോട്ടെ മോളെ, അവനെ നിനക്ക് അറിയാവുന്നതല്ലേ. ദേഷ്യം വന്നാൽ അവനെ പിടിച്ചാൽ കിട്ടിയില്ല. നിതീഷ് കാത്തുവിനെ സമാധാനിപ്പിക്കാൻ നോക്കി. അതേസമയം തന്നെ കണ്ണനും അവളുടെ അടുത്തേക്ക് വന്നു. അതെ, അവൻ്റെ സ്വഭാവം നിനക്കും അറിയാവുന്നതല്ലേ. ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും കണ്ണൻ അവനെ അപ്പോൾ തന്നെ പ്രതികരിക്കും. കണ്ണനും പറഞ്ഞതും കാത്തു പിന്നെ ഒന്നും വേണ്ടിയില്ല. അല്ലെങ്കിലും കാശിയേട്ടൻ്റെ സ്വഭാവം അവൾക്കും നല്ലതുപോലെ അറിയാവുന്നതാണ്. കവലയിലെത്തിയതും കൃത്യം 4 മണിക്കുള്ള ബസ് തന്നെ ശാലുവിന് കിട്ടിയിരുന്നു. കരഞ്ഞു വന്നതുകൊണ്ട് തന്നെ കവലയിലെത്തിയവൾ കണ്ണുകൾ അമർത്തി തുടച്ച് സങ്കടങ്ങൾ മനസ്സിൽ ഒതുക്കിപ്പിടിച്ചു. അതേസമയം തന്നെയായിരുന്നു ബസ് അവളുടെ മുന്നിൽ വന്നു നിന്നതും. അവൾ വേഗം ബസ്സിലേക്ക് കയറി സൈഡ് സീറ്റിലേക്ക് ഇരുന്നു. വീണ്ടും ഓരോന്നാലോചിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവാൻ തുടങ്ങി. തൻ്റെ ഇല്ലായ്മ ചോദ്യം ചെയ്യപ്പെട്ടതാണ് അവളെ കൂടുതൽ വേദനയിൽ ആഴ്ത്തിയതും. വീണ്ടും വീണ്ടും കാശിയുടെ മുഖം മനസ്സിലേക്ക് വരുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവിക്കൊണ്ടേയിരുന്നു. ബസ് സ്റ്റോപ്പിലിറങ്ങി വീട്ടിലേക്കുള്ള ഇടവഴിയിലൂടെ അവൾ നടന്നു. ഇരുട്ടും മൂടാൻ തുടങ്ങിയിരിക്കുന്നു. പോകുമ്പോൾ ഉണ്ടായതുപോലെ തന്നെ വരുമ്പോഴും നല്ല ബ്ലോക്കിൽ ബസ് പെട്ടിരുന്നു. കണാരേട്ടൻ്റെ വീടും കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോഴായിരുന്നു പെട്ടെന്ന് പുറകിൽ നിന്നും ഒരു വിളി അവൾ കേട്ടത്. അത്രയും നേരം വേദനയോടെ നടന്നവൾ പെട്ടെന്ന് തന്നെ ആരോ വിളിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വേഗം തിരിഞ്ഞു നോക്കി. എന്നാൽ തൻ്റെ അടുത്തേക്ക് ബാഗും മുറുകെ പിടിച്ചു നടന്നു വരുന്ന സ്ത്രീയെ കണ്ടപ്പോൾ അതുവരെ തോന്നിയ വേദന ഭയത്തിലേക്ക് പൊടുന്നനെ മാറിയിരുന്നു പെണ്ണിൽ. ഒപ്പം അവൾ താൻ ഇട്ടിരിക്കുന്ന ചുരിദാറിലേക്ക് നോക്കി. ഡി ശാലുവിൻ്റെ അടുത്തേക്ക് ആ സ്ത്രീ എത്തിയതും ഒരലർച്ചയായിരുന്നു. ശാലു ഭയത്തോടെ അപമാനത്തോടെ ആ സ്ത്രീയെ നോക്കി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ മോളുടെ ഡ്രസ്സ് വാങ്ങിക്കാൻ പാടില്ലെന്ന്? ദേഷ്യത്തോടെ ശാലുവിനോട് കയർത്തു ആ സ്ത്രീ. ഇപ്പോഴും രണ്ടുപേരും ഉള്ളത് ഇടവഴിയിൽ തന്നെ. എൻ്റെ ഫ്രണ്ടിൻ്റെ പിറന്നാളായതുകൊണ്ട് പോകുമ്പോൾ ഒന്നും നല്ലതില്ലാത്തതുകൊണ്ട് സീത എനിക്ക് തന്നതാ. സങ്കടത്തോടെയും ഭയത്തോടെയും ശാലിനി തപ്പിത്തടഞ്ഞു പറഞ്ഞു. അല്ലേ, ഒന്നുമില്ലെങ്കിൽ ഇടാതെ പോകണം. ഇതിപ്പോൾ 2000 രൂപയുടെ ചുരിദാറല്ലേ നീ ഇട്ടിരിക്കുന്നത്? എൻ്റെ മോള് പോലും ഒരു തവണയേ ഈ ചുരിദാർ ഇട്ടിട്ടുള്ളൂ. എൻ്റെ ദേവി, ഈ വെള്ള ചുരിദാറിൽ മൊത്തം കറയാണല്ലോ. ചുരിദാറിൽ കാണുന്ന അഴുക്കിലേക്കായിരുന്നു സീതയുടെ അമ്മ ലീലയുടെ കണ്ണുകൾ. പറയുന്നതിനോടൊപ്പം ശാലുവിനെ നോക്കി കണ്ണുരുട്ടി ലീല. അതേസമയമായിരുന്നു ശാലുവും ആ ചുരിദാർ നോക്കിയത്. കാത്തുവിൻ്റെ വീട്ടിൽ നിന്നും തനിക്ക് കിട്ടിയ അപമാനത്തിൽ മുങ്ങിക്കുളിച്ചു വന്നവൾ തൻ്റെ ഡ്രസ്സിലേക്കുള്ള ചിന്തകൾ മറന്നിരുന്നു. ഇപ്പോൾ തൻ്റെ മുന്നിലുള്ള സ്ത്രീ പറഞ്ഞപ്പോഴായിരുന്നു അവളും ആ ചുരിദാർ നോക്കിയത്. അതെ, മുഴുവൻ കറയായിരിക്കുന്നു. ഒരിക്കലും പോകാത്ത കറ. അവൾക്ക് ഏറ്റ അപമാനത്തെക്കാൾ ഇപ്പോൾ വേദന തോന്നുന്നു, ഭയം തോന്നുന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീയെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് അവൾക്ക് അറിയുന്നില്ല. ഡി, നാളെ എൻ്റെ മോൾക്ക് പുതിയൊരു ചുരിദാർ നീ വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ ഇനി മേലാൽ നീ എൻ്റെ മോളുടെ അടുത്തു നിന്നും എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ, എൻ്റെ ദേവി, ഞാൻ എത്ര കഷ്ടപ്പെട്ട് വാങ്ങിക്കൊടുത്തതാ എൻ്റെ കുട്ടിക്ക് ഈ ചുരിദാർ. നാളെ ഇതുപോലത്തെ ഒരു ചുരിദാർ അവൾക്ക് നീ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ പുതിയ ചുരിദാർ നിൻ്റെ അച്ഛനെ കൊണ്ട് വാങ്ങിപ്പിക്കും. ഈ ലീലയെ നിനക്കറിയാവുന്നതല്ലേ. അയ്യോ വേണ്ട, ഞാൻ പുതിയ ചുരിദാർ നാളെ വാങ്ങിക്കൊടുത്തോളാം, അവൾ തേങ്ങലോടെ പറഞ്ഞു. മനസ്സിൻ്റെ സങ്കടത്തിനോടൊപ്പം വീണ്ടും ദാരിദ്ര്യം തൻ്റെ മനസ്സിനെ കീറി മുറിക്കുന്നത് അവൾ അറിയുന്നുണ്ട്.
വാങ്ങിച്ചു കൊടുക്കാമെന്നല്ലാതെ അതെങ്ങനെയെന്ന് പോലും അവൾക്ക് അറിയുന്നില്ല. തൻ്റെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീയുടെ സ്വഭാവം നല്ലതുപോലെ അറിയുന്നത് കൊണ്ട് തന്നെ അവൾ ആ സാഹചര്യം ഇല്ലാതാക്കാനായി വേഗം പറഞ്ഞതാണ്. മുന്നോട്ട് എന്തെന്ന് പോലും ആ നിമിഷം ശാലു ചിന്തിച്ചില്ല. എന്നാൽ നിനക്ക് നല്ലത്. ദേഷ്യത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് ലീല അവളെയും കടന്നു മുന്നോട്ട് നടന്നു. ലീല പോയി കഴിഞ്ഞതും അവളുടെ കണ്ണുകൾ വീണ്ടും ഇടതടവില്ലാതെ പെയ്യാൻ തുടങ്ങി. തൻ്റെ വെള്ള ചുരിദാറിലേക്ക് അവൾ വീണ്ടും നോക്കി. സീത പറഞ്ഞതാണ് ചുരിദാറിൽ വൃത്തികേടൊന്നും ആക്കരുതെന്ന്, അതുപോലെ തന്നെ അമ്മ കാണാൻ പാടില്ലെന്നും. എന്നിട്ട് വൃത്തിയോടെ ശ്രദ്ധിച്ചിട്ടും തൻ്റെ ചെറിയൊരു അശ്രദ്ധ കാരണം ചുരിദാറും മോശമായി ആരാണോ കാണേണ്ടതെന്ന് കരുതിയത് അവരുടെ മുന്നിൽ തന്നെ പെടുകയും ചെയ്തു. നാളെ എങ്ങനെ സീതയ്ക്ക് ചുരിദാർ വാങ്ങിച്ചു കൊടുക്കുമെന്ന ചിന്തയോടെ തൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ച് ശാലിനി മുന്നോട്ട് നടന്നു. ഇതേ സമയം സീതയുടെ വീടിൻ്റെ മുന്നിലെത്തിയതും അവളുടെ നോട്ടം ആ വീട്ടിലേക്ക് ചെന്നെത്തി. എന്നാൽ പ്രതീക്ഷിക്കാതെ 2 ജോഡി സഹതാപം നിറഞ്ഞ കണ്ണുകളുമായി നിൽക്കുന്നവരെ കണ്ടതും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. അവർ തൻ്റെ അടുത്തേക്കാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയവൾ ആ വീടിൻ്റെ മുറ്റത്തു നിന്നും വേഗം ഇടവഴിയിലേക്ക് നടന്നു. ഷാലു, നിൽക്ക്! തങ്ങളെ കണ്ടിട്ടും കാണാത്തതുപോലെ കണ്ണുനീരോടെ ഓടി മറയുന്നവളുടെ പുറകെ സീതയും ഓടി. ഡി പെണ്ണെ, നിൽക്ക്! ശാലുവിനേക്കാൾ വേഗത്തിൽ ഓടി സീത ശാലുവിൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. ഇപ്പോൾ 2 പേരും നിൽക്കുന്നത് 2 പേരുടെയും വീടിൻ്റെ നടുക്കായുള്ള ഇടവഴിയിലാണ്. അമ്മ വഴക്ക് പറഞ്ഞല്ലേ? കണ്ണുനീരോടെ തന്നെ നോക്കുന്നവളോട് സീത ചോദിച്ചു. സീതയ്ക്ക് മറുപടിയൊന്നും നൽകാൻ കഴിയാതെ ശാലു തല താഴ്ത്തി. അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മ കാണാതെ വേണം വരുവാനെന്ന്. എന്തേ നിന്റെ മുഖമൊക്കെ വല്ലാതെ? അമ്മ വഴക്ക് പറഞ്ഞത് കൊണ്ടാണോ? പോട്ടെടാ, നാളെ നീ കഴുകി ചുരിദാർ തന്നാൽ ഞാൻ ഡ്രൈ വാഷിന് കൊടുത്തോളാം. അപ്പോൾ ഈ കറയൊക്കെ മാറിക്കോളും. ചുരിദാറിൽ പറ്റിയിരിക്കുന്ന അഴുക്കിലേക്ക് സീതയുടെ കണ്ണുകൾ ചെന്നെത്തിയതും അവൾക്കിപ്പോൾ കാര്യങ്ങളുടെ ഏകദേശ വശം മനസ്സിലായി. എന്തെന്നാൽ ചാടിത്തുള്ളിയായിരുന്നു അമ്മയുടെ വരവ്. അതിൻ്റെ പുറകെയായിരുന്നു ശാലുവിൻ്റെ വരവും. വേണ്ട, ഞാൻ പുതിയ ചുരിദാർ വാങ്ങി തന്നോളാം. അതിന് നിന്റെ കയ്യിൽ എവിടുന്ന പണം? ദേ പെണ്ണെ, അമ്മ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി നീ പുതിയത് വാങ്ങിത്തരാനൊന്നും നിൽക്കേണ്ട. അതൊക്കെ പോട്ടെ, പെരുന്നാൾ അടിപൊളിയായി ആഘോഷിച്ചോ? ശാലുവിൻ്റെ ഇപ്പോഴത്തെ മൂഡ് മാറ്റാനായി സീത വിഷയം മാറ്റി. എന്നാൽ വീണ്ടും ശാലുവിൻ്റെ കണ്ണുകൾ നിറയുന്നത് കണ്ടതും സീത സംശയത്തോടെ അവളെ നോക്കി. എന്താ ശാലു, നീ വീണ്ടും അമ്മ പറഞ്ഞത് ഓർക്കുകയാണോ? അപ്പോഴും കാത്തുവിൻ്റെ വീട്ടിൽ ശാലു അനുഭവിച്ച അപമാനമാണ് കാരണമെന്ന് സീത അറിഞ്ഞിരുന്നില്ല. തൻ്റെ അമ്മ അവളെ വഴക്ക് പറഞ്ഞതിനാണ് ഇപ്പോഴും അവൾ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്നാണ് സീത നനച്ചിരിക്കുന്നത്. ഏയ്, അതൊന്നുമല്ല. ഞാൻ നാളെ പുതിയ ചുരിദാർ വാങ്ങി തന്നോളാം. ഞാൻ പോട്ടെ, തീരെ വയ്യ. അത്രയും പറഞ്ഞുകൊണ്ട് സീതയുടെ മുന്നിൽ നിന്നും ശാലു നടന്നു നീങ്ങി. ഈ പെണ്ണിന് ഇതെന്തു പറ്റി എന്ന മട്ടിൽ സീത നടന്നു പോകുന്നവളെ നോക്കി നിന്നു. അതേസമയമാണ് സീത എന്തോ ആലോചിച്ചതുപോലെ വീണ്ടും ശാലുവിനെ വിളിച്ചത്. ശാലു! ഉറക്കെ സീത വിളിച്ചതും ശാലു വീണ്ടും തിരിഞ്ഞു നോക്കി. ഏട്ടനെ കണ്ടില്ലേ? ചെറുപുഞ്ചിരിയോടെ സീത ചോദിച്ചതും ശാലു തലയാട്ടിക്കൊണ്ട് വീണ്ടും മുന്നോട്ട് നടന്നു. ശാലുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് സീതയും അവളുടെ വീട്ടിലേക്ക് വന്നു. അതേസമയം അവളെ കാത്തുന്ന പോലെ അവളുടെ ഏട്ടൻ പുറത്തു തന്നെ ഉണ്ടായിരുന്നു. എന്തിനാ ശാലിനി ഓടിയത്? സീത എത്തിയതും ആകാശ് ചോദിക്കുകയായിരുന്നു. നമ്മുടെ അമ്മ വഴക്കു പറഞ്ഞിട്ട്. അവൾ ഇന്ന് ഇട്ടിരുന്ന ചുരിദാർ എൻ്റേതാണ്. അതിൽ കറയായി എന്ന് പറഞ്ഞ് അമ്മ അവളെ വഴക്ക് പറഞ്ഞു. അവൾ പറഞ്ഞതല്ലാട്ടോ. നമ്മുടെ അമ്മയുടെ സ്വഭാവം അറിയുന്നത് കൊണ്ട് ഞാൻ ഊഹിച്ചതാ. എന്നിട്ടെന്താ? നാളെ പുതിയ ചുരിദാർ വാങ്ങിത്തരാൻ അമ്മ അവളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നാളെ ചുരിദാർ വാങ്ങിക്കൊണ്ടുവരും. ഏട്ടനും ശാലുവിൻ്റെ സ്വഭാവം അറിയുന്നതല്ലേ? ആകാശിനോട് പറഞ്ഞുകൊണ്ട് സീത അകത്തേക്ക് കയറിപ്പോയി. സീത പോയി കഴിഞ്ഞതും തൊട്ടു താഴെയുള്ള വീട്ടിലേക്ക് ആകാശിൻ്റെ നോട്ടം ചെന്നെത്തി. ഒപ്പം ആ വീട്ടിനകത്തേക്ക് കയറുന്ന ശാലിനിയിലേക്കും. ഹാ, നീ എത്തിയോ? എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. കയ്യിൽ ഒരു ടോർച്ചും ഭക്ഷണപ്പൊതിയുമായി ചന്ദ്രൻ ശാലുവിനെ കണ്ടതും പുറത്തേക്കിറങ്ങി. സമയമായോ അച്ഛാ? അച്ഛനെ കണ്ടതും അവൾ തൻ്റെ കണ്ണുനീർ അമർത്തി തുടച്ച് പതിയെ ചോദിച്ചു. ആ, ആയി. ഞാൻ നിന്നെ കാത്തു നിന്നതാ. അമ്മയെ തനിച്ച് ഇവിടെയാക്കി പോകാൻ തോന്നിയില്ല. അല്ല, നിന്റെ മുഖമൊക്കെ എന്താ വല്ലാതെ ഇരിക്കുന്നത്?
പറയുന്നതിനോടൊപ്പം മങ്ങിയിരിക്കുന്ന ശാലുവിൻ്റെ മുഖത്തേക്ക് ചന്ദ്രൻ നോക്കി. ഏയ്, യാത്ര ചെയ്തതുകൊണ്ടാകും, അച്ഛനോട് പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ മുഖം അമർത്തി തുടച്ചു. തൻ്റെ മനസ്സിൻ്റെ വിഷമം അച്ഛൻ അറിയാതിരിക്കാൻ അവൾ നന്നേ പാടുപെടുകയായിരുന്നു. എന്തെന്നാൽ കാത്തുവിൻ്റെ വീട്ടിൽ വെച്ച് സംഭവിച്ചതും ഇപ്പോൾ സീതയുടെ അമ്മ പറഞ്ഞ വാക്കുകളും അറിഞ്ഞാൽ അച്ഛൻ തകർന്നു പോകും. അതുകൊണ്ട് തന്നെ ഇല്ലാത്ത സന്തോഷം അവൾ നടിച്ചു. പോയി കുളിച്ച് എന്തെങ്കിലും കഴിക്ക്, അപ്പോൾ ഈ ക്ഷീണമൊക്കെ മാറും. ഞാൻ ഇറങ്ങുകയാ, ശാലുവിൻ്റെ മുടിയിൽ തലോടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങി. അച്ഛൻ പോകുന്നത് നോക്കി അവൾ ആ ഉമ്മറത്ത് തന്നെ നിന്നു. നീ എത്തിയോ? അതേ സമയം തന്നെയായിരുന്നു മുത്തശ്ശിയും അകത്തു നിന്നും പുറത്തേക്ക് വന്നത്. അവളൊന്ന് മൂളിക്കൊണ്ട് മുത്തശ്ശിയും കടന്ന് അകത്തേക്ക് പോയി. ഈ കുട്ടിക്ക് ഇതെന്തു പറ്റി? അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി വന്നാൽ നടന്നത് മുഴുവൻ പറയാതെ അവൾക്ക് സമാധാനം ഉണ്ടാകില്ലല്ലോ. താൻ ചോദിച്ചതിന് ഒന്ന് മൂളിക്കൊണ്ട് അകത്തേക്ക് പോയവളെ നോക്കി മുത്തശ്ശി പരിതപിച്ചു. ഇതേ സമയം അകത്തേക്ക് കയറിയവൾ നേരെ പോയത് തൻ്റെ ചെറിയ മരത്തിൻ്റെ അലമാരയുടെ അടുത്തേക്കാണ്. അലമാര തുറന്ന് അതിലുള്ള ഒരു പണക്കുടുക്കയെടുത്ത് അവൾ പുറത്തേക്ക് വെച്ചു. എന്തിനൊക്കെയോ അവൾക്ക് സങ്കടവും തോന്നുന്നു. അവൾ ആ കുടുക്കയിലേക്ക് നോക്കി നിന്നു. അടുത്ത വർഷം എമ്മയ്ക്ക് ചേരുവാനായി തട്ടിക്കൂട്ടി വെക്കുന്ന പണമാണ്. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തൂങ്ങിയതും അവൾ കണ്ണുനീർ അമർത്തി തുടച്ച് കുടുക്കയുമായി അടുക്കള വശത്തേക്ക് വന്നു. നീ എന്തിനാ ഇപ്പോൾ ഈ കുടുക്കയെടുത്ത് വന്നേ? ശാലിനിക്കുള്ള ചായ ആക്കുകയായിരുന്നു മുത്തശ്ശി. അതേസമയമാണ് കുടുക്കയുമായി വരുന്നവളെ മുത്തശ്ശി കാണുന്നത്. ആവശ്യമുണ്ട് മുത്തശ്ശി. പറയുന്നതിനോടൊപ്പം ശാലു ആ കുടുക്ക അടുക്കള കോലയുടെ തറയിലേക്ക് ഇട്ടു. വലിയ ശബ്ദത്തോടു കൂടി അതിലെ ചില്ലറ നാണയത്തൊട്ടുകളും നോട്ടുകളും താഴെ ചിന്നി ചിതറി. എൻ്റെ കൃഷ്ണ, എന്താ നീ കാണിക്കുന്നത് കുട്ടി? ശബ്ദം കേട്ട് മുത്തശ്ശിയും കോലായിലേക്ക് വന്നു. എന്നാൽ മുത്തശ്ശി ചോദിച്ചതിന് മറുപടി നൽകാതെ അവൾ ഓരോ തൊട്ടുകളും എണ്ണി തിട്ടപ്പെടുത്തുകയായിരുന്നു. അപ്പോഴും അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയേ? മുത്തശ്ശി അവളുടെ അരികിലേക്ക് കാലും നീട്ടിയിരുന്നു. സങ്കടത്തോടെ ശാലുവിനെ നോക്കി. എന്നാൽ അതേ സമയമായിരുന്നു വലിയൊരു പൊട്ടിക്കരച്ചിലോടെ അവൾ മുത്തശ്ശിയുടെ ചുമലിലേക്ക് വീണത്. അത്രയും നേരം അടക്കി വെച്ചിരുന്ന തൻ്റെ സങ്കടം പൊട്ടിപ്പോവുകയായിരുന്നു. ദാരിദ്ര്യമാണെങ്കിലും ചെറു സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ദിനങ്ങളായിരുന്നു ഇന്നലെ വരെ. എന്നാൽ ഇന്ന് അപമാനത്താലും തൻ്റെ പോരായ്മകളാലും പെണ്ണ് എല്ലാവരുടെയും മുന്നിൽ അപമാനിതയായ ദിവസമായിരുന്നു ഇന്ന്. ആ വേദന അവളെ കൊല്ലാതെ കൊല്ലുകയായിരുന്നു. എന്താ മോളെ, എന്താ പറ്റിയേ? എന്തിനാ എൻ്റെ മോള് കരയുന്നത്? ഇതിനു മാത്രം ഇപ്പോൾ എന്താ സംഭവിച്ചേ? അച്ചമ്മ തന്നെ പുണർന്നു കരയുന്ന ശാലുവിനെ പതിയെ അടർത്തി മാറ്റി വേദനയോട് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ അച്ചമ്മേ, കാത്തുവിൻ്റെ വീട്ടിൽ പോകുന്നില്ലെന്ന്. ചുരിദാറിൽ അപ്പടി അഴുക്കായി. സീതയുടെ അമ്മ കണ്ടു. എന്നെ വല്ലാതെ വഴക്കും പറഞ്ഞു. നാളെ പുതിയ ചുരിദാർ വാങ്ങിക്കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. ശാലു കരഞ്ഞുകൊണ്ട് അച്ചമ്മയെ നോക്കി, ഒപ്പം കയ്യിലുള്ള നാണയത്തുട്ടുകളിലും. അയ്യോ മോളെ, പുതിയ ചുരിദാർ വാങ്ങിക്കൊടുക്കണമെന്ന് വെച്ചാൽ നല്ല കാശാകില്ലേ? തങ്ങളുടെ ഇല്ലായ്മ അച്ചമ്മയെയും വേദനപ്പെടുത്തി. അതിനാ ഞാൻ കുടുക്ക പൊട്ടിച്ചത്. ഇല്ലെങ്കിൽ അച്ഛനോട് പറഞ്ഞു കൊടുക്കുമത്രേ. അല്ലെങ്കിൽ അച്ഛൻ ഏട്ടനെ പഠിപ്പിക്കാനുള്ള തത്രപ്പാടില്ല. അതിനിടയിൽ ഈ കാര്യം കൂടി അറിഞ്ഞാൽ. അച്ചമ്മയോട് പറഞ്ഞുകൊണ്ട് തൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ച് താഴെ വീണ് കിടക്കുന്ന ബാക്കിയുള്ള നോട്ടുകളും ചില്ലറത്തുട്ടുകളും അവൾ എടുത്തു വെക്കാൻ തുടങ്ങി. എൻ്റെ കൃഷ്ണ, എന്തൊരു വിധിയാ ഇത്! പറയുന്നതിനോടൊപ്പം അച്ചമ്മയും അവളുടെ കയ്യിലേക്ക് താഴെ വീണ് കിടക്കുന്ന നാണയങ്ങൾ എടുത്തു കൊടുത്തു. എത്രയാ മോളെ ഉള്ളത്? ഓരോന്നും എണ്ണി വേറെ വേറെ മാറ്റിവെക്കുന്ന ശാലുവിനോട് അച്ചമ്മ ചോദിച്ചു. 2600 ഉണ്ട് അച്ചമ്മേ. ചെറിയ സന്തോഷത്തോടെ അവൾ അച്ചമ്മയെ നോക്കി. ഹാവു, ചുരിദാർ വാങ്ങിക്കൊടുക്കാൻ കഴിയുമല്ലേ? അച്ചമ്മയ്ക്കും ആശ്വാസമായി. അവൾ സന്തോഷത്തോടെ മൂളി. അപ്പോഴും കാത്തുവിൻ്റെ വീട്ടിൽ തനിക്കേറ്റ അപമാനം അവൾ അച്ചമ്മയോട് പറഞ്ഞില്ല. എന്തോ അവൾക്ക് തൻ്റെ ദുരവസ്ഥ വീട്ടിലുള്ളവർ അറിയേണ്ടെന്ന് കരുതി. ഒരു കാര്യം ചെയ്, നാളെ കോളേജ് വിട്ടു വരുമ്പോൾ ഒരു ചുരിദാറും വാങ്ങി ഇങ്ങ് പോര്. മോള് തന്നെ ലീലയുടെ കയ്യിലും കൊണ്ടു കൊടുക്ക്. അവൾ എന്താ കരുതിയിരിക്കുന്നേ? നമുക്കൊരു ചുരിദാർ വാങ്ങിക്കൊടുക്കാൻ കഴിയില്ലെന്നോ? കാശ് തികയും എന്ന് മനസ്സിലായതും അച്ചമ്മ വീമ്പോടെ ശാലുവിനെ നോക്കി പറഞ്ഞു. എന്നാൽ ശാലു മറുത്തൊന്നും മറുപടി പറയാതെ വേദനയോടെ അച്ചമ്മയെ നോക്കി പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. തുടരും. സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടെന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നായികയെ മനസ്സിലായില്ലേ? ശാലിനി. ഇത് ശാലിനിയുടെ കഥയായി.
അവളിലേക്ക് വർണ്ണമായി വരുന്നവൻ്റെയും. അപ്പോൾ കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഞാൻ മുന്നോട്ട് പോകുന്നു. ഡെയിലി തരാൻ നോക്കാട്ടോ. നോക്കാമെന്നല്ല, തരാം. അപ്പോൾ കൂടെ ഉണ്ടാകണേ.